ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ഹലോ മുംബൈ ഇന്ന് നാസിക്കിലാണ്. ചലോ നാസിക്ക് മൊത്ത്. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹാദരങ്ങളോടെ സ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര, പവേഡ് ബൈ ഏകോൺ ഷിപ്പിംഗ്, ബ്രോട്ട് യു ബൈ അമൃതവേണി ആൻഡ് അവർ ലോജിസ്റ്റിക് പാർട്ണർ ശ്രീ ട്രാൻസ് ലോജിസ്റ്റിക്സ്. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഏവർക്കും ഹലോ മുംബൈയിലേക്ക് സ്വാഗതം. നാസിക്കിലെ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ഒപ്പം കുറച്ച് കലാകാരിമാരും സുന്ദരന്മാരും സുന്ദരിമാരും ഒത്താണ് ഇന്നത്തെ ഈ സൗരസംവാദം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹാദരങ്ങളുടെ സ്വാഗതം. രഞ്ജിത് ജി, എങ്ങനെയാണ് നാസിക്കിലെ ഈ ഒരു ജീവിതവും ഇവിടുത്തെ ആ ഒരു ശൈലിയും കാര്യങ്ങളും? നാസിക്ക് എന്തുകൊണ്ടും പുറത്തുനിന്ന് വരുന്ന ഓരോ വ്യക്തികൾക്കും, അത് മലയാളികളായിക്കോട്ടെ ഇതര സംസ്ഥാനക്കാരായിക്കോട്ടെ, മുന്നോട്ട് പോകാൻ ഒരു വലിയൊരു അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ തിങ്ങിപ്പാർത്തത് ഒരു കാലത്ത് മിലിറ്ററിയിൽ നിന്നും റിട്ടയർ ആയി വന്ന വ്യക്തികൾ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് കുടുംബം, പിന്നീട് മക്കളും അവരുടെ മക്കളും അങ്ങനെ നാസിക്കിൽ തന്നെ അവർ സെറ്റിൽ ആവുകയാണ് ചെയ്തത്. അതായത് നാസിക്കിലെ കാലാവസ്ഥ എന്തുകൊണ്ടും അനുകൂലമാണ്. സാധാരണ ഇപ്പൊ നമ്മൾ മഹാരാഷ്ട്ര ഒരു സ്ഥലം എടുത്താൽ അതിനേക്കാളും നല്ല സ്ഥലം നാസിക് എന്നാണോ പറഞ്ഞത്? മറ്റു സ്ഥലത്തെ കുറിച്ച് പറയാൻ എന്താണുള്ളത്? നാസിക്കാണോ താങ്കളുടെ അഭിപ്രായത്തിൽ നല്ല സ്ഥലം? തീർച്ചയായിട്ടും നാസിക് താമസിക്കുന്നു. എത്ര വർഷമായി നാസിക്കിൽ? നാസിക്കിൽ ഞാൻ 2004 വന്നതാണ്. 2004. രഞ്ജിത്ത് പറഞ്ഞ പോലെ ഞാനൊരു മിലിറ്ററിക്കാരൻ റിട്ടയർഡാണ്. റിട്ടയർഡ് മിലിറ്ററിക്കാരാണ്. ഓക്കെ. പിന്നെ 25,000 പേരെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഇത്ര പേര് കുറഞ്ഞു പോയത്? കാലങ്ങളായിട്ട് ഇവിടുത്തെ പുതിയ ജനറേഷൻ അവർ IT മേഖലയിലോട്ടും മറ്റും പോയപ്പോൾ നാസിക്കിലുള്ള ജോലി സാധ്യത കുറയും. പൂന, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലോട്ട് കുട്ടികൾ ചേക്കേറി പോവുകയും. ഇപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാല് രഞ്ജിത്ത്, ന്യൂ ജൻ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. വളരെ കുറവാണ്. 1-2 പേരുണ്ട് കേട്ടോ, പേടിക്കണ്ട. 3-4 പേരുണ്ടെങ്കിലും അവരൊക്കെ ഈ സമാജങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് വരാറുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഇവിടെ ഏത് മലയാളികൾ വന്നു കഴിഞ്ഞാലും അപ്പോൾ തന്നെ ആ സമയത്തിൽ എല്ലാവരും അംഗീകരിക്കാൻ വേണ്ടിയും അവർ ഹൃദയപൂർവ്വം അവർ സാധിക്കും. നാട്ടിൽ പോയി സെറ്റിൽ ആവണമെന്ന് ആഗ്രഹത്തോടെ ഒരു അവസരം കിട്ടിയാൽ നാട്ടിൽ പോയി ഇവിടെ നിൽക്കുമോ? നാട്ടിൽ പോകാറുണ്ട് ഞാൻ. വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ നാട്ടിൽ തന്നെയാണ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. നാസിക് അത്ര സുന്ദരമല്ലെന്നാ പറയണേ? തീർച്ചയായിട്ടും നാസിക് സുന്ദരം തന്നെയാണ്. പക്ഷെ ജനിച്ച നാടും പെറ്റമ്മയും എന്നും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അതേപോലെ പ്രിയപ്പെട്ടതാണ് പോറ്റമ്മയും. ഞാൻ നാട്ടില് കോഴിക്കോടാണ് സ്വദേശം. ഇവിടെ നാസിക്കിൽ വന്നിട്ട് ഇപ്പോ കുറെ വർഷമായി. മഹാരാഷ്ട്രയിലായിട്ട് 26 years ആയി. ഇത് കല്യാണം കഴിഞ്ഞ് വന്നതാണ്. എന്റെ ഹസ്ബൻഡ് റെയിൽവേയിൽ ലോക്കോ പൈലറ്റ് ആണ്. നാസിക്ക് കാലാവസ്ഥയിലും പിന്നെ ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ആയി. 3 വർഷമായോണ്ട് ഡാൻസ് പഠിപ്പിക്കും. പ്രോപ്പർ ക്ലാസ്. എത്ര കുട്ടികളുണ്ട്? കുട്ടികളായിട്ടല്ല, ഞാൻ അമ്മമാരൊക്കെ പരിപാടിക്കും ഓണപരിപാടി. ഫ്രണ്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. ഏത് ഡാൻസാണ് കളിക്കുന്നത്? ക്ലാസിക്കൽ ഡാൻസ്. ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുന്നുണ്ടോ? ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ 10-12 വർഷമായി മിനി ഞങ്ങളെ പഠിപ്പിക്കുന്നു. നല്ല ഞങ്ങൾക്ക് വളരെ സന്തോഷവും. പൂനെയിലോ മറ്റു നാട്ടിലേക്ക് ഇതിനേക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഉണ്ടാവാൻ കാരണം മലയാളികൾ കൂടുതലാണല്ലോ. അവിടെ 3 ലക്ഷം മുംബൈയിലായാലും മുംബൈയിൽ തീർച്ചയായും ഉണ്ടല്ലോ. നാസിക് ഒത്തിരി ഇഷ്ടമായി. ഇവിടെ പ്രത്യേകിച്ചും ക്ലൈമറ്റും നേരത്തെ പറഞ്ഞു. നാസിക് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും, ഞങ്ങളുടെ കൂടെയുള്ള പേരൻസും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും എല്ലാം ഇത് ഞങ്ങളുടെ കർമ്മഭൂമിയാണ്. ആ കർമ്മഭൂമിയിൽ ഇത്രയും നാളായണക്ക് ഞാൻ വന്നിട്ട് 60 കൊല്ലമായി. ഈ ഇത്രയും നാളായണൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്താണ് പ്രശ്നം? എന്തായിരുന്നു ആ ഒരു ചലഞ്ച്? പുതിയ ജനറേഷൻ സിസ്റ്റം കൊണ്ടുവന്നു. ജനറേഷൻ സിസ്റ്റത്തിനകത്ത് അന്ന് മലയാളികൾ ഒരുപാട് പേര് വന്നിട്ട് ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് അവരുടെ കൂടെ ലേബറായിട്ട് വന്നു. അന്നത്തെ കാലത്ത് നാസിക്കിലൂടെ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് അവരുമായിട്ട് അടിയുണ്ടാക്കി കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇത് എത്ര വർഷം മുമ്പുള്ള കാര്യമാണ്? ഒരു 40-45 കൊല്ലം മുമ്പ്. അന്ന് ദേവനാളി കേരളീയ സമാജം, നാസിക് റോഡ് സമാജം ആൻഡ് NMCA. അന്ന് ആ വടക്കുണ്ടാക്കിയ മലയാളിക്ക് കൂടുതൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ ഇരിക്കുന്നതിൽ ആ ഏജ് ഗ്രൂപ്പ് എനിക്ക് തോന്നുന്ന ആരുമില്ല, ഞാൻ മാത്രമേ കാണത്തുള്ളൂ. വടക്കുണ്ടാക്കിയതാ? വടക്കുണ്ടാക്കി അടി കൊടുത്തു. വഴക്കിനകത്ത് പിടിക്കാനും അവരെ കണ്ടുപിടിച്ച് അവരെ നാട്ടി വിടാനും എല്ലാ കാര്യങ്ങളും നാട്ടിൽ പറഞ്ഞു വിട്ട് എന്തിനാ? അവരുടെ ജോലിക്ക് വന്നവരില്ലേ? അടിയും പിടിയൊക്കെ ചെയ്തു. പക്ഷേ മലയാളിക്ക് അറിയാമല്ലോ അടിക്കാൻ. അപ്പൊ അത് കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു പോയി. ഇന്നത്തെ ജനറേഷനോട് പറയുന്നത്, എൻ്റെ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത്, നിങ്ങൾ എവിടെ ജീവിക്കുന്നു അവിടുത്തുകാരുമായിട്ട് സ്നേഹമായിട്ട് പോകുക. ഞങ്ങളെല്ലാം കൂടെ വളരെ കോർഡിനേഷനാണ്. അല്ല ഇവിടെ കോമ്പറ്റീഷൻ.
ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ കോശിച്ചായനോടെ കോമ്പറ്റീഷൻ ഇല്ലേ? കോമ്പറ്റീഷൻ ഇത് കണ്ടോ, കോമ്പറ്റീഷൻ ഉണ്ടെന്നാ പറയണേ. സ്പോർട്സിലാ നമ്മുടെ നാസിക്കിലെ ബോൾ ഇന്ന് ഇവിടെ എല്ലാം വിളിച്ചൊന്ന് ആൾക്കാരെ ഒന്ന് ഓടിപ്പിച്ചുകൂടെ? അവർ വന്നാലും ഓടാൻ തയ്യാറാണ്, പക്ഷെ അവർ വരണത് കൂടെ. നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടിയാൽ എന്താ ഞാൻ ചോദിക്കട്ടെ, ഓടാനൊക്കെ പോകണ്ടേ? ഓടാൻ നമ്മള് നമ്മുടെ സമാജമായിട്ട് ഓണത്തിനും അല്ലാതെയൊക്കെ നമ്മൾ ഒരുപാട് പരിപാടികൾ സമാജമായിട്ട് ഫുള്ളായിട്ട് ഓടല്ലോ, ഒറ്റയ്ക്ക് ഓടില്ല. ഇല്ല അങ്ങനെയല്ല. അങ്ങനെ ഒരു അവസരം കിട്ടില്ല, ആരാണ് ഓടാൻ റെഡിയായുള്ള ആള്? അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതെന്തോട് യൂസ് ചെയ്യൂടാ? അദ്ദേഹം ഇങ്ങനെ ഒരാളില്ലേ ഇവിടെ, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൂടെ? എത്ര കിലോമീറ്റർ ഓടും? നടക്കാറുണ്ട്. ഓടാറില്ല. ബോഡിയൊക്കെ ഫിറ്റ് ആയിക്കൊണ്ട് ഓടണ്ടേ? അല്ല, ട്രെക്കിങ്ങിന് പോവും. എന്നിട്ട് പാടുന്ന ഒരാളാണ്. അതെ. നമുക്കൊരു പാട്ട് കേട്ടല്ലോ. ഏത് പാട്ടിനോടെ കൂടുതൽ ഇഷ്ടം? മെലഡി ടൈപ്പ് ആണോ? കൂടുതലും മെലഡിയാണ്. അപ്പൊ നമുക്കൊരു ഗാനം കേൾക്കാം. ഓക്കെ. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂരുന്നേവാ പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപതക്കം താ അമ്മാനം അമ്മാനം. പാട്ട് പഠിക്കുന്നുണ്ട്? ഉണ്ട്. ഓക്കെ. പാട്ട് ഇനിയിപ്പോ അതിനത് സംഭവം ഉണ്ടല്ലോ, ഇന്നത് ക്രോസ് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അടുത്ത ചിത്രയാകാനും വേണ്ടിയുള്ള പ്രയത്നത്തിലാണോ? ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചിത്രമൊക്കെ ആവാം. ഇങ്ങനെ ഒരു ആഗ്രഹമുള്ളവരൊക്കെ നമുക്കൊന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കണ്ടേ? ബാത്റൂം സിംഗർ അല്ലേ, ചെറുതായിട്ടൊക്കെ പാടും. അങ്ങനെ ചോദിച്ചു രണ്ടുപേരും ഒന്ന് പാടി. എന്നാലും ഇഷ്ടമുള്ളൊരു പാട്ട് രണ്ടുപേരും, അതൊക്കെ എന്താ കുഴപ്പമെന്താ? നന്നായിട്ട് ആലോചിച്ചു കേട്ടോ. നമ്മൾ വിചാരിച്ചാൽ പാടാന്നുള്ളൂ. നമുക്ക് മിലിറ്ററിക്കാരെ കൊണ്ടൊന്ന് പാടിപ്പിച്ചാലോ? മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ, ആരോടും പോയി പറയരുതി കഥ മാനേ പുള്ളിമാനേ. അടിപൊളി. ഇവരിത്ര പാടിക്കുള്ള സ്ത്രീകൾ ഇവിടെ ആരാ പാടുന്നത്? നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഇതാണ് ഓരോ മലയാളിയും അവരുടെ മനസ്സിൽ ഇന്നും നാളികേരത്തിലെ നാട്ടിലേക്ക് തിരിച്ചു പോകണം തന്നെ എന്റെ ആഗ്രഹം. ഇനിയും ഈ നാസിക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നൊരു പ്രിന്റിംഗ് പ്രസ് ആണ്. പ്രിന്റിംഗ് പ്രസ് ജോലി ചെയ്ത ആൾക്കാരുണ്ടല്ലോ അവിടെ. എഴുന്നേറ്റ് എവിടെയാണ്? റിസർവ് ബാങ്കിലായിരുന്നു. 38 വർഷം. വയസ്സ് പറഞ്ഞ വയസ്സറിയോ ആൾക്കാർ? നാസിക്കിലെ 2 പ്രസ് ഉണ്ട്. ഓക്കെ. അത് ഒന്നില് എക്സ്ക്ലൂസീവ്ലി കറൻസി, പിന്നെ ഒന്നില് നമ്മുടെ ഇന്ത്യയുടെ ഒരേ ഒരു പാസ്പോർട്ട് അടിക്കുന്നതും ബാക്കിയുള്ള എല്ലാ സെക്യൂരിറ്റി ഐറ്റംസും അടിക്കുന്ന പ്രസ്സാണ് ഇന്ത്യ സെക്യൂരിറ്റി പ്രസ്സും. ഇപ്പുറത്തെ സൈഡിൽ കറൻസി നോട്ട് പ്രസ്സും. ഈ 2 പ്രസ്സിലും സേവനം അനുസരിച്ച് നമ്മൾ നാട് വിട്ടു. നമുക്കൊരു ജോലിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ ദൈവം സഹായിച്ച ഒരു ജോലി കിട്ടി. ഈ പ്രിന്റിംഗ് പ്രസ്സിൽ എന്തായിരുന്നു പരിപാടി? പ്രിന്റിംഗ് പ്രസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങുന്ന നമുക്ക് നാട്ടിൽ പോകാൻ തുടങ്ങിയാലോ? RBI ആയിട്ട് ആലോചിച്ചിട്ട് കൂടെ വർക്ക് ചെയ്താറുണ്ട്. കൂടെ വർക്ക് ചെയ്തിരുന്ന സുഹൃത്ത് വിനോദ്, നമുക്ക് നാട്ടിൽ പോകാൻ തുടങ്ങിയാലോ? തുറക്കാൻ പറ്റുമോ? ഇതിനെ കുറിച്ച് ഐഡിയ ഒക്കെ ഉണ്ടോ? തുടങ്ങിയിട്ടുണ്ടോ? നോട്ട് അടിക്കാൻ അടിച്ചു തരാം. ഏതൊക്കെ നോട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ? ഇപ്പൊ ഇവിടെ 500, 200, 100. അത് ശരി. 50. ഇത് ഫുള്ള് ഓക്കെ. ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പ്രിന്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ആണോ ജോലി? അല്ല, ഇപ്പൊ റിട്ടയറായി. അല്ല, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെന്ത്. അപ്പൊ നമുക്ക് നാസിക്കിലെ ഈ റിസർവ് ബാങ്കുകാരനോട് ഞാൻ പിന്നെ വരാം കേട്ടോ. നമുക്ക് അതിന് ശേഷം ഒന്ന് കാണണം പ്രോഗ്രാം കഴിഞ്ഞിട്ട്. ആഗ്രഹമുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ ഉണ്ടോ? ഇവിടെ ഒരാൾ പറയണ്ടായിരുന്നല്ലോ, എന്ത് TV വരും പറയണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ എന്താ പ്രശ്നം? എന്താണ്? ഇല്ല, ഞങ്ങളോട് ജീവിച്ചു പോകേണ്ട ആളല്ലേ, നാളെ ഞങ്ങൾക്ക് കാണേണ്ട ആളാണേ. എന്തെങ്കിലും കുഴപ്പം വന്നിട്ട് കൊണ്ടുപോയെങ്കിലേ ഞങ്ങളുടെ ഒരാളങ്ങ് പോകത്തില്ലേ? പരിചാരുന്ന ഒരാൾ കുറയും. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ കൂടെ ഇന്നൊരു വേറൊരു കലാകാരുണ്ട്. നിരവധി, അതായത് ചിരി അത് ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ്. ചിരിക്കുവിൻ ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ് അല്ലേ? എത്ര പേരെ ചിരിപ്പിച്ചിട്ടുണ്ടാവും? ചിരിപ്പിച്ചിട്ടുള്ള ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നത് നാസിക്കിലെ വലിയ സംഘടനകളുടെ പരിപാടികളിൽ ഇവിടെ ഇരിക്കുന്നവരാരിലും മനോജ് പറഞ്ഞ് ചിരിക്കാത്തവരാരിലും ഉണ്ടോ? ആരും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ആരുണ്ട്? മനോജ് നാസിക്കിലെ എല്ലാ മലയാളികളെയും ചിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയെ ചിരിപ്പിക്കാൻ മാത്രം അദ്ദേഹത്തിന് ഇതാണ് സത്യാവസ്ഥ. ഭാര്യ വന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, വരത്തില്ല. ഭാര്യ ചിരിക്കില്ലേ? അല്ല, ചിരിക്കാൻ നമ്മൾ സ്വകാര്യ നിമിഷങ്ങൾ മാത്രമേ നമ്മൾ ചിരിക്കാറുള്ളൂ. അത് രഞ്ജിത്തേട്ടന് അറിയില്ല, അതാണ് പ്രശ്നം. അപ്പൊ ആരെയാണ് കൂടുതൽ അനുകരിക്കാറ്? പണ്ട് കോളേജ് ഞാൻ തലശ്ശേരി ബ്രണൻ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഉള്ള സിനിമ നടി ഷംന കാസിമും
അവരുടെയൊക്കെ കൂടെ പ്രോഗ്രാം ചെയ്യുന്ന മനോജ് ഗിന്നസിന്റെ കൂടെ പ്രോഗ്രാം ചെയ്തതായിരുന്നു പണ്ട്. പക്ഷെ ഇവിടെ നാസിക്കിലെ ജോലി ഞാൻ നാസിക്കിൽ എത്തിയത് ഒരു മലയാളി തന്നെയുണ്ട്. Naukri.com ഒരു മാത്യൂസ് എന്ന് പറയുന്ന ഒരു സാറുണ്ട്. അദ്ദേഹം പ്ലേസ്മെന്റ് സർവീസ് നടത്തിയാണ്. Naukri.com ത്രൂ സാംസണേറ്റ് എന്ന് പറഞ്ഞ ഇവിടുത്തെ വലിയ കമ്പനി ഉണ്ട്, ലഗേജിന്റെ കമ്പനിയിൽ ആസ് എ ഓഫീസർ ഞാൻ ഇവിടെ നാസിക്കിലേക്ക് വന്നതിലോ. ഞാൻ സത്യം പറയട്ടെ, അല്ല ദുഃഖം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ അന്ന് നീക്കറിയാം, ഞാനൊരു കണ്ണൂരുകാരനാണ്. ഞാൻ നാടുവിടാൻ കാരണം തന്നെ ഒരു പണ്ടത്തെ കാലത്ത് 2000 ആ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നാടുവിടാനുള്ള നമ്മുടെ ഷംസീർ അല്ലേ ഇന്നത്തെ സ്പീക്കർ, എൻ്റെ സീനിയറായിട്ട് പഠിച്ചാണ്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ അമ്പലങ്ങള് അതുപോലെ തന്നെ സംഘടനകളെ ചെറിയ ചെറിയ പരിചയങ്ങളായി. എന്നാലും പണ്ടത്തെ ഏതെങ്കിലും ഒരു നടനെ ഒന്ന് ഓർത്തെടുത്ത് ഒന്ന് അനുകരിക്കാൻ പറ്റും? പണ്ടത്തെ നടനല്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ SNDPയുടെ സമുന്നതനായ നേതാവ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ. കേരള അയ്യോ ഇത് മാറിപ്പോയി, ഇത് സോറി അച്യുതാനന്ദനായി. കുഴപ്പമില്ല, സോറി ഇതാ കുറെ റിഹേഴ്സൽ ഇല്ലാത്തതിന്റെ പ്രശ്നം. ഒന്ന് കട്ടി. അല്ല, ഞാൻ വിചാരിച്ചു വെള്ളാപ്പള്ളി ഇത്ര ദൂരം നടന്നു വന്നപ്പോ വെള്ളാപ്പള്ളിക്ക് ശബ്ദം മാറിപ്പോയി. കുഴപ്പമില്ല, ഒന്നുകൂടി ചെയ്യണോ? അല്ല, കേരളത്തിലുള്ള വെള്ളാപ്പള്ളിയെ പറയൂ. കേരളത്തിലുള്ള വെള്ളാപ്പള്ളി പറഞ്ഞു. കേരള സേവാ സമിതിയും ജനൻ ടിവിയിൽ നടത്തുന്ന പറ്റുന്നില്ല കേട്ടോ, സോറി. അതെന്തിനാ നിങ്ങളിപ്പോ പുള്ളിയെ നോക്കി പേടിപ്പിച്ചെന്തിനായിരുന്നു? ഒന്ന് മൈക്കി പറ. ഞാൻ പേടിപ്പിച്ചത് വെള്ളപ്പള്ളിയുടെ ആളായിട്ടാ. ഇവിടെ ആളുകൾ പേടി ഞാൻ കണ്ടു. ഒരു നല്ല കലാകാരനെ പേടിപ്പിച്ച ആളാ. ഇതിങ്ങനെയാണ് ഇവിടുത്തെ സമാജമൊക്കെ ഇങ്ങനെയാണ്. ഇവിടുത്തെ സമാജങ്ങളിൽ ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പും. എന്നാലും നമ്മുടെ മനസ്സിൽ തോന്നില്ലേ നമുക്ക് ഇങ്ങനെ ആകണമെന്നൊരു തോന്നലുണ്ടാവും? നമ്മുടെ ഇവിടെ സമാജങ്ങളുണ്ട്. ഇവിടെ എനിക്കൊന്ന് 2 സമാജങ്ങളുണ്ട് അല്ലേ? 2 അല്ല, ഇഷ്ടം പോലെയുണ്ട്. എത്ര സമാജമുണ്ട്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കേരള കോൺഗ്രസിന്റെ അവസ്ഥയാ. ഒരു സമാജം ഉണ്ടാവും, അത് പിന്നെ 2 ആവും, പിന്നെ 2 2 അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കോമഡി ആയിട്ട് 15,000 പേരേ ഉള്ളൂ. എത്ര സംഘടന ഉണ്ട് ഒന്നുകൂടെ പറഞ്ഞേ? ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക സാംസ്കാരിക സംഘടനകളും ഈ ജാതി സംഘടനകളും നമുക്ക് 2ആയി തിരിക്കേണ്ടി വരും. കേരള സേവാ സമിതി, NMCA ഇവിടെ സാമൂഹിക സാംസ്കാരിക സംഘടനകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പഴയകാല ദേവലാലിയിലെ കേരളീയ സമാജമുണ്ട്. ബാക്കിയുള്ളതൊക്കെ നേരത്തെ പറഞ്ഞ ജാതി സംഘടനകൾ. എത്ര സംഘടന ഉണ്ടെന്ന് പറയും? പറയാൻ മടി. അതെ, പറഞ്ഞു കഴിഞ്ഞാൽ 8 സംഘടനകൾ കാണും. 15ഓളം സംഘടന കൂടുതലുണ്ട്. കണ്ണൂർ സംഘടനയുണ്ട്, പാലക്കാട് സംഘടനയുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് ആളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സംഘടന ഉണ്ടാക്കിയില്ല. ആൾക്കാർ കുറവാണ്. 15,000 പേരുണ്ട്. തിരുവനന്തപുരത്തുകാർ ഒറ്റ ആരെങ്കിലും നാസിക്കിലെ പ്രോഗ്രാം തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലാതില്ല. പക്ഷേ ഒരുമയുണ്ടെങ്കിലും വില കിടക്കാൻ പറ്റും. നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ എങ്ങനെ 2 പേര് അപ്രോച്ച് ചെയ്യും? നിങ്ങൾ 4 പേരാണ് സംഘടന തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും ഈ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ സാമ്പാറും അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം തോന്നാറ്? കാരണം ഏറ്റവും സുന്ദരമായ കൃഷി ചെയ്യുന്ന ഏറ്റവും നല്ല ഫ്രൂട്ട്സും വെജിറ്റബിളും കിട്ടുന്ന സ്ഥലമാണ് നാസിക് എന്നവരാണ്. അപ്പോൾ കേരളത്തിൽ പോയി ഇതൊക്കെ കഴിക്കുമ്പോൾ വ്യത്യാസം തോന്നാറുണ്ട്? നാട്ടിൽ പോയി ഞാൻ വെച്ച് കഴിക്കാറില്ല. മതി. അല്ല, ഇവിടെ കുക്ക് ചെയ്യുന്ന സ്ത്രീകളൊന്ന് കൈവെക്കോ പ്ലീസ്. കുക്ക് ചെയ്യുന്ന സ്ത്രീകള് 2 പേര്. കുക്ക് ചെയ്യുന്ന സ്ത്രീകളെ കണ്ടോ? ഇവിടെ 10 ഉണ്ട്. ഇപ്പൊ എല്ലാരും പൊക്കി. ഞാൻ ചോദിച്ച സമയത്ത് ഇപ്പോഴും പൊക്കാത്ത ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ വീട്ടിലൊക്കെ ആരാ കുക്ക് ചെയ്യുന്നത്? ഞാൻ ചോദിച്ചു അവിടെ സംസാരിക്കാതെ. നമ്മുടെ ഒത്തന്റിക് ആയിട്ടുള്ള ആഹാരങ്ങളെല്ലാം നാട്ടിൽ തന്നെയാണ് ടേസ്റ്റി. കാരണം അവിടെ ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടും, തേങ്ങ ഫ്രഷ് ആയിട്ടാണ്. കുക്ക് ചെയ്യുന്ന ആണുങ്ങളുണ്ട് ഇവിടെ. നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വ്യത്യാസം തോന്നുന്നുണ്ടോ നാട്ടിലെ? അതെങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ചെയ്യുന്നതിന്റെ അനുസരിച്ചിരിക്കും. ഈ പുള്ളിക്കാർ പറഞ്ഞ പോലെ നാട്ടിൽ വെറൈറ്റീസ് ഇഷ്ടം പോലെ കിട്ടും ഫ്രഷ്. ഇവിടെ ആയിരിക്കുമ്പം നാട്ടിൽ കിട്ടുന്ന ഈ പച്ചക്കറി ഒന്നും നന്നല്ലെന്നാ പറയുന്നത്. അതൊരിക്കലും അല്ല. അങ്ങനെയൊന്നുമല്ല. ഞാനിപ്പോ ഇപ്പം നാട്ടിൽ നിന്ന് വന്നപ്പം അവിടുത്തെ വെജിറ്റബിളിന്റെ കട കണ്ടു കഴിഞ്ഞാൽ ഈ ഉള്ളി, സവാള ഉള്ളിയൊക്കെ ഇല്ലേ, നമ്മൾ ഇവിടെ തപ്പിപ്പിടിച്ച് തെരഞ്ഞെടുക്കേണ്ടി വരും. അവിടെയാണ് നല്ല ഫ്രഷ് ഉള്ളി. നാട്ടിലെ നല്ല സൈസ് സവോളയുടെ കേന്ദ്രമാണ് നാസിക്. പക്ഷെങ്കിൽ ഇവിടുത്തെ ഉള്ളി അവിടെയായിട്ട് നോക്കി കഴിഞ്ഞാൽ ഫ്രഷ് ഉള്ളിയാണ്. നാട്ടിലത്തെ വെണ്ടയ്ക്ക, ബീൻസ്, ഇത് 2ഉം കണ്ടാൽ നമ്മൾ ബോധം കെട്ട് വീഴും. അത്രമാത്രം മൂത്തതാ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും നാസിക്കിൽ നിന്ന് നാട്ടിൽ പോകാനാണ് താല്പര്യം? ഇവിടെ ജീവിക്കാനോ? നാട്ടിൽ പോകാനാണ്. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് 2 മെമ്പർ പോയി. ഞാൻ ഒരു എക്സ്-സർവീസ്മാൻ ആണ്, ഇവിടെ തന്നെ ഉള്ളതാണ്. നമ്മുടെ KSS സംഘടന തുടങ്ങിയത് പണ്ടാരാണ്ടോ ഇവിടെ ഉള്ള ഒരു സർവീസ് പേഴ്സൺ, അതായത് പട്ടാളത്തിലുള്ളവർ, അവർ തമ്മിൽ 3-4 പേര് ഉണ്ടാക്കിയ ഒരു സംഘടന. അതിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം 19 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നടന്നിരിക്കുകയാണ്. ഞാൻ ഇപ്പം റിട്ടയർഡായി. അതിനുശേഷം ഇതേ സംഘടനയിൽ
ഒരു മെമ്പറായി വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഓക്കെ ഓക്കെ. എല്ലാവർക്കും നാസിക്കിൽ താമസിക്കാൻ ഇഷ്ടം. നാട്ടിൽ നിന്ന് അങ്ങനെ കേരളത്തിൽ പോകണം വരണം അത്ര മാത്രമേ ഉള്ളൂ. കാരണം നാടുമായിട്ട് അത്ര വലിയ ഇഷ്ടമില്ലെന്നൊന്നും കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇവർക്ക് നാട്ടിലുള്ള എത്താൻ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇല്ലേ രഞ്ജിത്തെ? മെയിനായിട്ട് ഒരു പ്രശ്നം, നിങ്ങൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് ഇവിടുത്തെ? കാരണം ഇവിടുന്ന് ഒരു ഫ്ലൈറ്റ് ഇല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ന് തോന്നുന്നു അല്ലേ? ഫ്ലൈറ്റ് ഇല്ല. പിന്നെ ട്രെയിനിൽ പോകണമെങ്കിൽ ബോംബെയിൽ പോയിട്ട് പോകണം. നാസിക്കുന്ന ഡയറക്റ്റ് ഉണ്ട്, ഒരു ട്രെയിനേ ഉള്ളൂ, ഒറ്റ ട്രെയിനുള്ളൂ. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ? വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് പിന്നെ കേരളത്തിൽ ഇപ്പം ഈ പുറത്തുനിന്നുള്ള, അതായത് ഉത്തരേന്ത്യക്കാരുടെ ഒരു തള്ളിക്കയറ്റമാണല്ലോ. അപ്പോൾ ഈ ട്രെയിൻ, മംഗള എക്സ്പ്രസ് എന്ന ട്രെയിന് വളരെ സുഗമമായി ഓടിക്കൊണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ട്രെയിനായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതിൽ റിസർവേഷൻ കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു കടമ്പയാണ്. അതിൻ്റെ ഉള്ളിൽ വളരെ മോശമാണ് സിറ്റുവേഷൻ. വളരെ ആ ട്രെയിനുകളിലൊക്കെ കയറാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. അത്രയും വൃത്തിഹീനമായി കിടക്കും. അല്ല, ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ സമാജങ്ങളെല്ലാവരും കൂടെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടേ നിങ്ങൾ അങ്ങനെ എന്തൊരു സംഭവത്തിലേക്ക് പോയിട്ടുണ്ടോ? നമ്മൾ സംഘടനയുടെ പേരിൽ, കേരള സേവാ സമിതിയുടെ പേരിൽ ഇതിനു മുമ്പ് നമ്മൾ MP-ക്കൊക്കെ നമ്മൾ പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. കുറച്ച് സീറ്റൊക്കെ കൂട്ടി. പക്ഷേ ഇപ്പോഴും എറണാകുളം വരെ ഉള്ളൂ ട്രെയിൻ. പിന്നെ രാത്രി 2 മണിക്കാണ് ഇപ്പോൾ ട്രെയിൻ വരുന്നത്. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ആൾക്കാർ AC-ലാണല്ലോ, അകത്തുനിന്ന് കഥ അടച്ചിട്ട് കിടക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ നാസിക്കിൽ മംഗള വന്ന് നിൽക്കുന്നത് ആദ്യം പ്ലാറ്റ്ഫോം നമ്പർ 3-ലായിരുന്നു. മറുനാടൻ മലയാളികൾ എന്നുള്ളൊരു അവസ്ഥ ഇപ്പോഴും നാസിക്കിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മേഡം പറഞ്ഞ പോലെ 2:15 മണിക്ക് വരുന്ന മംഗള, വെളുപ്പാങ്കാലത്ത് വരുന്ന മംഗള 4-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. 4-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത് ആ സമയത്ത് മലയാളികളല്ലാതെ വേറെ ആരും അവിടെ കാണാൻ സാധ്യതയില്ല. പക്ഷെ അവിടെ ഒരുപാട് പിടിച്ചു പറി സാധനം അവിടെ നടക്കാറുണ്ട് ആ പ്ലാറ്റ്ഫോമിൽ. ആരും അത് പറയാറില്ല, പുറത്തോട്ട് അത് വരുന്നതല്ല. അത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു നമുക്ക് നാസിക്കിൽ. കേരള സേവാ സമിതിയുടെ സംഘടനയുടെ പേരിൽ നമ്മുടെ ഇവിടുത്തെ MP ആയിട്ട് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ട് റെയിൽവേ മിനിസ്ട്രിക്കും അതുപോലെ തന്നെ റെയിൽവേ ഡിവിഷണൽ മാനേജരും പിന്നെ ബോംബെയിലത്തെ റെയിൽവേ അധികാരികളുമായിട്ട് ഞങ്ങൾ വളരെ ലെറ്റർ കറസ്പോണ്ടൻസ് നടത്തി. ഈ മംഗള എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ നീട്ടാനും പിന്നെ പുതിയ ഒരു ട്രെയിൻ തടസ്സം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയോ പൊളിറ്റിക്സ് ഉണ്ട്. കാര്യം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ ഇത് നീട്ടുന്നതിന് അവിടുത്തെ തിരുവനന്തപുരം ഡിവിഷനിലുള്ള എന്തൊക്കെയോ എതിർപ്പുകൾ, അതിനകത്ത് പൊളിറ്റിക്സ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സാധിച്ചെടുക്കുന്നത് ഇവിടുന്നുള്ള മലയാളികൾക്ക് കൂടുതൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നില്ല, അവരുടെ സൗകര്യം നോക്കിയിട്ട് അവർക്കുണ്ടാവുന്ന ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലെറ്റർ കറസ്പോണ്ടൻസ് എൻ്റെ ഫയലിലാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് ലെറ്റർ ഇത് ചെയ്തതാണ്. കാരണം നമുക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഒരു ട്രെയിൻ വരട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു. നാസിക്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് ഒരിക്കലും ഈ രാമായണവുമായി ഒരുപാട് ബന്ധമുള്ളൊരു സ്ഥലം കൂടെയാണ് നമ്മുടെ നാസിക്. അതുപോലെ കുംഭമേള ഒന്നും ടച്ച് ചെയ്ത് പോകാതിരിക്കാൻ പറ്റില്ല. നാട്ടിൽ നിന്നും കഴിഞ്ഞ കുംഭമേളയ്ക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഫോർച്ചുനേറ്റ്ലി അന്നത്തെ പോലീസ് കമ്മീഷണർ ഒരു തമിഴനായിരുന്നു. അദ്ദേഹം നമ്മളോട് ഇടപെടുകയും നമ്മുടെ വാളണ്ടിയേഴ്സിന്, നമുക്ക് സൗത്ത് ഇന്ത്യയുടെ 4 ഭാഷകളും സംസാരിക്കാനുള്ള കഴിവുള്ള ആൾക്കാരല്ലേ, നമുക്ക് തമിഴും കുറച്ചൊക്കെ തെലുങ്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് മിസ്സിങ് ആവും. കളവന്മാരെയെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകുന്നത്. അങ്ങനെയുള്ളവരെല്ലാം നമ്മൾ സേവ് ചെയ്തിട്ട് അവരവരുടെ ഭാഷയിൽ സംസാരിച്ചിട്ട്, കൂടാതെ അതിന് മുമ്പുള്ള കുംഭമേളയ്ക്ക് ഇവിടെ ഭയങ്കര ഒരു ആക്സിഡൻ്റ് ആയി. 10-60 പേര് മരിച്ചു. അത് കഴിഞ്ഞ കുംഭമേളയ്ക്ക് നമ്മുടെ മലയാളീസ് അവിടെ പോയി വളണ്ടിയേഴ്സ് ആകുകയും അയ്യപ്പൻ്റെ അമ്പലത്തിൽ നമ്മൾ കാണിക്കുന്ന പോലെ കുറെ ആൾക്കാരെ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഇവിടെ നമ്മൾ അവിടെ മെസ്സേജ് കൊടുക്കും, ശരി പോട്ടെ. അത് തന്നെ സംഭവിക്കുന്നത്. ഈ കുംഭമേള കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എത്ര വർഷം നാസിക്കിൽ? 19 വർഷം. അടിപൊളി. 19 വർഷമായിട്ട് കുംഭമേള കണ്ടിട്ടില്ല. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞില്ല. 19 വർഷം ഇപ്രാവശ്യം കൂട്ടിട്ട് പോകണം കേട്ടോ. നാസിക് പുണ്യനഗരി ആയതുകൊണ്ടും ഈ കുംഭമേള സമയത്ത് ഒത്തിരി ആൾക്കാർ, വൃദ്ധജനങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി മലയാളികൾ ഈ കഴിഞ്ഞ കുംഭമേളക്ക് 2 മലയാളികൾ ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു സംഭവമാണല്ലോ. എന്താണ് അങ്ങനെ? അതായത് അവിടെ നിന്ന് ഇവിടെ കൊണ്ടും തൊഴിപ്പിച്ച് ഇട്ടിട്ട് പോകും. ഇവിടെ കഴിഞ്ഞ കുംഭമേളക്ക് 2 പേരെ ഇവിടെ വിട്ടു പോയിട്ടുണ്ട്. അവരെ നിങ്ങൾ ഏറ്റെടുത്തു? അല്ല, അത് പോലീസ് സൈഡിൽ വരും, അവിടെ നമ്മളായിട്ട് കണക്ട് ചെയ്യും. ഇത്രയൊക്കെ സമാജമുള്ളതല്ലേ? അങ്ങനെ 2 പേര് വിട്ട് നിങ്ങൾ ഇത്ര മലയാളികൾ, 20,000 മലയാളികൾ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അവർക്ക് ഒരു ഷെൽട്ടർ കൊടുത്തുകൂടെ? ഷെൽട്ടർ കൊടുക്കാറുണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് ഈ കോവിഡ് സമയത്ത് ഇവിടെ ഒരു മലയാളി വന്ന് പെട്ട് കിടന്നായിരുന്നു. അയാളുടെ ഫോട്ടോ വളരെ സുന്ദരനും സുമുഖനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അയാളെ കണ്ടെത്തിയത്. പക്ഷെ അവരെ കണ്ടുപിടിച്ചു, ഭക്ഷണമൊക്കെ നൽകി നമ്മൾ സംരക്ഷിച്ചു. അയാളുടെ അച്ഛനെയും അമ്മേനെയൊക്കെ നാട്ടിൽ നിന്ന് വരുത്തിച്ചു. അയാളെ കൈമാറി. ഇന്ന് പുള്ളി IT-യിലെ വലിയൊരു ഓഫീസറാണ് ബാംഗ്ലൂർ. അപ്പോൾ മലയാളി സംഘടന, എല്ലാ സംഘടനകളും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സമാജങ്ങൾ ചേർന്ന് ചെയ്യേണ്ട ചില കാര്യം, നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അല്ലേ? അതായത് കുറച്ച് പൈസയൊക്കെ ശേഖരിച്ചിട്ട് ഇവിടെ കുറച്ച് അമ്മമാരെയൊക്കെ, അമ്മയും അച്ഛനെയൊക്കെ തള്ളിയിട്ട് ആൾക്കാർ തിരിച്ചു പോകണ്ടത്രേ. ഞാൻ പറഞ്ഞത് അവരെ നിങ്ങൾ ഏറ്റെടുത്ത് അവരെ ഒരു ഫ്ലാറ്റിൽ താമസിപ്പിച്ചുകൂടെ?
അവർക്ക് വേണ്ട ചെലവ് നിങ്ങൾ കൊടുത്തുകൂടെ? അതിന് ഭയങ്കര സാമ്പത്തിക ബാധ്യത അല്ലേ? ഇതിപ്പോ ഞങ്ങള് സാമ്പത്തിക അതല്ലേ സമൂഹത്തിനോട് ചെയ്യണ്ടേ? കഴിയാവുന്ന സമാജം ത്രൂ ഞങ്ങൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ അതും ഒക്കെ ചെയ്യാറുണ്ട്, എന്നാലും സമാജത്തിന് ഇതൊന്ന് ഏറ്റെടുത്തുകൂടെ? ഇങ്ങനെ ചോദിച്ച് കറക്റ്റ് അല്ലേ? തിരുവനന്തപുരം അല്ലേ? കേരളത്തിൽ എന്ത് പ്രശ്നമെന്ന് അറിഞ്ഞാലും ഈ മറുനാടൻ മലയാളികളായ ഞങ്ങളുടെ പല സംഘടനകളും ഈ മറുനാടൻ മലയാളി ഞങ്ങളല്ല, നിങ്ങളുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അതെ, പക്ഷെ അത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അവരൊക്കെ നാട്ടിൽ റിലേറ്റീവ്സും ബന്ധുക്കളും ഒക്കെ ഉള്ള അവരുണ്ടായിരുന്നെ അവരിവിടെ കൊണ്ട് തള്ളിയിടത്തില്ലല്ലോ. പക്ഷെ അവരൊക്കെയല്ലേ ഉത്തരവാദിത്വം കൂടുതൽ, അവരെ ഏൽപ്പിക്കുക എന്നുള്ളതല്ലേ ഞങ്ങളെ ഉത്തരവാദിത്വം. ഞാൻ ചോദിച്ചത്, നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി ഒരു പ്രതിബദ്ധത വേണം. നമ്മൾ തീർച്ചയായും, ഞാൻ പറഞ്ഞു നിങ്ങളുടെ സമാജം എന്നല്ല, ഏത് സമാജമായാലും നമ്മൾ അവരെ ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കുക, നമ്മൾ മുമ്പോട്ട് വരണ്ടേ? തീർച്ചയായിട്ടും മുന്നോട്ട് വരണം, പക്ഷെ അത് ഒരു പരിധിവരെ മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരു എന്നാൽ കഴിയുന്ന സഹായമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു വൃദ്ധസേനം തുടങ്ങി അതിൽ അവരെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വൃദ്ധസേനം തുടങ്ങണ്ടേ? അത്രമാരും വൃദ്ധമാർ വരുന്നില്ലെങ്കിലും? അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു വിഷമം കാണുന്നില്ല. അവിടെ ഒരു വൃദ്ധസേനം തുടങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. വൃദ്ധസേനം തുടങ്ങുന്ന എനിക്ക് പരിപാടിയില്ല. വളരെ നീഡി ആയിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ എന്തായാലും ഞാൻ റെഡിയാണ്. 100%. ഒരു വൃദ്ധസദനം നടത്തിക്കൊണ്ടുപോകാം. അപ്പോൾ എന്തൊക്കെയാലും നിങ്ങളുടെ ഈ സമാജം അടുത്ത പ്രാവശ്യം ഒരാളെ കണ്ടുകിട്ടിയാൽ അവരെ ദയവ് ഇത് പോലീസിൽ ഏൽപ്പിക്കരുത്. കാരണം അവരെ കൊണ്ട് ഉപേക്ഷിച്ചതാണ്, അവരെ തിരിച്ച് നാട്ടിലേക്ക് വിട്ടത്. അവരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അങ്ങനെ കഴിയുമെന്ന് ഞാനും വിശ്വസിക്കും. അതിനുള്ള സാമ്പത്തികം വേണ്ടേ? ആ സാമ്പത്തികം കണ്ടുപിടിക്കണമല്ലോ. നമുക്ക് എല്ലാവരും സ്വന്തം വീടുള്ളവരല്ലേ അല്ലേ? സ്വന്തം വീടുണ്ട്, നാട്ടിൽ സ്വന്തം വീടുണ്ട്. തിരുവനന്തപുരത്ത് 10 പ്രാവശ്യം പോയി, 2 പ്രാവശ്യം ഫ്ലൈറ്റിൽ പോയി, 2 പ്രാവശ്യം ട്രെയിനിൽ പോയി. ട്രെയിനിലാണ് കൂടുതലും പോകണം, അത്യാവശ്യമാണെങ്കിൽ ഫ്ലൈറ്റിലും പോകും. കേട്ടോ. അപ്പൊ അതിലൊരു പ്രാവശ്യത്തെ പൈസ അതും കൊണ്ട് കൊടുത്തൂടെ? അത് മാത്രം കൊടുത്തെന്ന് വിചാരിച്ച ഒരാളെ സംരക്ഷിക്കാൻ പിന്നെ ഒരാൾ വിചാരിച്ചാൽ, എന്നാൽ ഞാൻ ഒരിക്കൽ ഫ്ലൈറ്റിൽ പോണ പൈസ തരാം, സാറിന് പറ്റുമോ? മതിയല്ലോ. അങ്ങനെ നിങ്ങൾ 20,000 പേരില്ലേ? തീർച്ചയായും അങ്ങനെ 20,000 പേര് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും മറ്റുള്ളവർ വിചാരിക്കണം, അവരും വിചാരിക്കണം. അപ്പൊ അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ വിചാരിക്കുമെന്ന്. അല്ല, 20,000 പേരിൽ രഞ്ജിത്ത് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് കൊടുക്കാൻ തയ്യാറാണ്? അതായത് നാട്ടില് ഒരുപാട് സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അന്യ നാട്ടിൽ വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നത്. ഒരുപാട് സാമ്പത്തികം നാട്ടിലുണ്ടെങ്കിൽ അവർ ആരും കേരളം വിട്ട് ഇങ്ങോട്ട് വരണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കരുത്, അത് തെറ്റല്ലേ. ആ ചിന്ത അല്ലല്ല, ആ ചിന്ത എന്ത് അവിടെ കൊടുത്ത് മാറ്റം പിടിച്ച്. കാരണം നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഞങ്ങളുടെ പൈസ ഇല്ലാത്ത ഞങ്ങൾ വന്നു. പക്ഷെ ഇവിടെ വന്നും ഒരു പൈസ ഉണ്ടാക്കി. ഇനി ഇത് സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലേ? ഇല്ലേ? ഉണ്ട്, ആവശ്യമുണ്ട്. ബട്ട് ഇത് സമാജത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സമാജത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആവണ്ട, നമുക്ക് വേറൊരു സമാജം തുടങ്ങാതെ. നാട്ടിൽ നിന്ന് വന്നുപെടുന്നു, നമ്മൾ ഇവിടെ സമാജം ഉണ്ടാക്കിയത്, നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ കുടിയേറി പാർത്ത മലയാളികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻസ്റ്റന്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ബുദ്ധിമുട്ടുള്ള ഒരു മലയാളി ഇല്ലല്ലോ. ഇല്ല, ബുദ്ധിമുട്ട് നമ്മുടെ ഈ കേസ് സംഘടന നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ നമ്മുടെ ഞാൻ ഈ സംഘടനയെ കുറിച്ചല്ല, ഒരു നിമിഷം, ഞാൻ രഞ്ജിത്ത് ഈ സംഘടനയെ കുറിച്ചല്ല പറയണേ. ഈ 2 പേര് 2ഓ 3ഓ ഇപ്പൊ നാളെ അടുത്തൊരു കുംഭമേള വരികയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അവരെ നമുക്ക് ഏറ്റെടുത്തുകൂടെ? പറയുന്ന നല്ല കാര്യം തന്നെ. നമ്മൾ വലിയ ചിന്താഗതിയിൽ ചിന്തിച്ചാൽ വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സഹായിക്കണം എന്നൊക്കെ എല്ലാവർക്കും മനസ്സുണ്ട്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് നടക്കില്ല. പ്രാക്ടിക്കലായിട്ട് ഇത് നടക്കുമെന്ന് തോന്നുന്ന ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടോ? ധൈര്യപൂർവ്വം പറയുന്നു, അങ്ങനെ ഒരു വൃദ്ധസേനമായി തന്നെ ഒന്ന് നടക്കാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് എന്നാൽ എന്തുണ്ടെങ്കിലും അത് ചെയ്താൽ മുന്നോട്ട് ഒന്ന് കഴിച്ച്. അങ്ങനെയാണ്, അതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും ഞാൻ മരിക്കുന്നതിലൊക്കെ അതൊന്നും സംഘടന ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ഞാനത് ചെയ്ത് കാണിക്കാൻ പറ്റുവാണെങ്കിൽ, നാസിക് ജീവനുണ്ടെങ്കിൽ കാണിക്കും. അതാണ് നമുക്ക് ആവശ്യം. നമ്മൾ ഒരു സംഘടന എന്ന് പറയുന്നത് നമ്മൾ ഒത്തുചേരുക, അത് വെറും ഓണാഘോഷത്തിൽ മാത്രം ഒതുങ്ങാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം വരും ദിനങ്ങൾ നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. കേരളീയനെന്ന പദം വിശ്വപൗരൻ എന്ന തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നാസിക്കിലെ ഈ സൗഹൃദ സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും റെയിൽപ്പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ. ഹലോ മുംബൈ നിങ്ങൾക്കായി സമർപ്പിച്ചത് അമൃത് ഹെയർ എലിക്സിർ ഫോർ വിമൻ, powered by Aegon Shipping and our logistic partner, Sri Trans Logistics.